അമ്മേ ശരണം, ദേവീ ശരണം, ചോറ്റാനിക്കര അമ്മേ ശരണം. നമ്മുടെ സകല ദുഃഖങ്ങൾക്കും മൂലം അഹം മമ എന്നുള്ള ചിന്തയാണ്. അഹം ഞാൻ, മമ എൻ്റേത്, ഞാൻ എന്നും എൻ്റേത് എന്നുമുള്ള ചിന്ത. ഇതിൽ നിന്നും എങ്ങനെ മുക്തമാകും? ആത്മജ്ഞാനം ഉറച്ചു കഴിയുമ്പോൾ ഞാൻ എൻ്റേത് എന്ന ചുരുങ്ങിയ ബോധത്തിൽ നിന്നും ഉയർന്ന ബോധത്തിലേക്ക് നമ്മൾ ഉയരും. എങ്ങനെ ആത്മജ്ഞാനം നേടാം? 2 മാർഗം ഗീത പറയുന്നു. ജ്ഞാനയോഗം, കർമ്മയോഗം. ഭക്തി കർമ്മയോഗത്തിൽ പെടുന്നു. ഗീതയിൽ ഭഗവാൻ 2 മാർഗങ്ങളാണ് പറയുന്നത്: ജ്ഞാനയോഗം, കർമ്മയോഗം. ജ്ഞാനയോഗമാണ് പരമമായത്. ജ്ഞാനി ഞാൻ തന്നെയെന്ന് ഭഗവാൻ പറയുന്നു. അതികഠിനമായ ജ്ഞാനയോഗം പലർക്കും സാധ്യമല്ല. അങ്ങനെയുള്ളവർക്ക് കർമ്മയോഗമാണ് അഭികാമ്യം. ഭക്തിയോഗം കർമ്മയോഗത്തിൽ പെടുന്നു. ഇതിൻ്റെ പ്രത്യേകത, കർമ്മയോഗത്തിൽ 2 എന്ന ഭാവമുണ്ട്. അതായത്, ഉദാഹരണം, ഭക്തിയിൽ ഭക്തനും ഭഗവാനും. എന്നാൽ ജ്ഞാനയോഗത്തിൽ ആകട്ടെ 2 എന്ന ഭാവമില്ല, പരമമായ ജ്ഞാനം മാത്രം. സാധാരണ വ്യക്തികൾക്ക് ഇത് പ്രയാസമാകയാൽ ആദ്യം ഭക്തി കിട്ടാൻ പ്രാർത്ഥിക്കണം. കാരണം ഭക്തിയിലൂടെ മുക്തി ലഭിക്കും. ഭക്തിയിലൂടെ കിട്ടേണ്ടത് കിട്ടണം. വെറും ഭക്തിയായി പോകരുത്. യഥാർത്ഥ ഭക്തിയിലൂടെ ജ്ഞാനം, തദ്വാര വൈരാഗ്യം എന്നിവ ലഭിക്കുന്നു. പക്ഷേ ഇന്ന് ഭൂരിപക്ഷം പേർക്കും ഭക്തിയുണ്ട്, എന്നാൽ അവിടെ നിന്നു പോകുന്നു അവർ. അത് പോരാ, ഭക്തിയിലൂടെ പരമജ്ഞാനം ഉണ്ടാകണം. അത് വൈരാഗ്യത്തിനു സഹായിക്കും. നമ്മൾ ചിന്തിക്കുക, നമ്മൾ യഥാർത്ഥ ഭക്തിയിലാണോ എന്നത്. ചിന്തിച്ചാൽ ഉത്തരം ഉറപ്പ്. അമ്മേ ശരണം, ദേവീ ശരണം. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.